ഒരു സ്റ്റുഡൻറ്റ് ഇപ്പോൾ IT സെക്ടറിൽ ജോലിക്ക് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഭാവിയിൽ ഒരു എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ ഗെയിമർ ആവണം, ഗെയിം ഡെവലപ്പ് ചെയ്യണം, ഇതൊക്കെയാണല്ലോ ഇപ്പോൾ കൂടുതലും ഗെയിംസിലും ഒക്കെ ആയതുകൊണ്ട് ഗെയിം ഡെവലപ്പ് ചെയ്യണം എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ രാഹുലിനോട് ചോദിക്കുന്നത്, അപ്പം എന്ത് സജഷനാണ് അവർ അതുപോലെയുള്ള ഇപ്പോൾ ഒരു ഫ്യൂച്ചർ സെലക്ട് ചെയ്യുന്നത്? ഇപ്പോൾ ആഫ്റ്റർ 10th +2 ദെൻ അവരെന്തിലേക്കാണ് പോകേണ്ടത്? പേരൻസിൻ്റെ ഒരു പ്രഷർ അനുസരിച്ചാണോ പോവേണ്ടത്, അതോ സ്വന്തം ഇഷ്ടപ്രകാരമുള്ളൊരു പാഷൻ ചൂസ് ചെയ്യണം? അഥവാ അങ്ങനെ ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും അവർ പ്രോപ്പറായിട്ടൊരു കാര്യം ചൂസ് ചെയ്യാൻ AI സെക്ടറിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഞാൻ AI സെക്ടറിന്റെ ആളിലും കൂടുതലും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തന്നെ ചൂസ് ചെയ്യണം. ബിക്കോസ് ഇഷ്ടമുള്ള കാര്യം ചെയ്താൽ അതൊരു ജോലിയായിട്ട് എടുക്കല്ലേ. ഞാനിപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് ഓരോ ദിവസം ഞാൻ പോയി ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അതൊരു ജോലിയായിട്ട് എടുക്കാം. ലൈക്ക് എടുത്ത നമ്മൾ പോയി പഠിക്കണ്ട. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് യെസ്, പേരൻസ് പറയുന്നത് അത് അവരുടെ ഒപ്പീനിയൻ എന്തായാലും കേൾക്കണം. പറയുന്ന ഒരു കാര്യം കാരണം എടാ ഇത് എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് അവർ പറയുന്നു, യെസ്. പക്ഷെ പ്രഷർ വെച്ച് പോലെ എന്നാ ഫുൾ ലൈഫ് പിന്നെ നമ്മൾ റിഗ്രറ്റ് ചെയ്യും, ഓ ഇതെടുത്തെങ്കിൽ എങ്ങനെ ആയേനെ. അപ്പം സ്വന്തം കാര്യം നോക്കണം. അപ്പൊ ഭാവിയിൽ ഈ ജോലിയുടെ സാധ്യതകളിൽ 2 സെക്ടറിലാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിന് ഓപ്ഷൻസ് വരുന്നത്. ഞാൻ ചോദിക്കുകയാണ്, അതായത് ഒന്ന് ഈ AI അല്ലെങ്കിൽ റോബോട്ട്, ഇതിൻ്റെ ഒരു മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സ് ഉണ്ടാവുമല്ലോ, ഇൻവെൻറ്റ് ചെയ്യുന്നവർ, ഈ ഒരു റോബോട്ടോ അല്ലെങ്കിൽ ChatGPT, ജെമിനി, അതെങ്ങനെയാണ് ഇൻവെൻറ്റ് ചെയ്യുന്നു എന്നുള്ള ആളുകൾ, അതായത് അതൊരു സെക്ടറിലുള്ളവരും. മറ്റൊരു സെക്ടറിലുള്ള അതെന്ന് വെച്ചാൽ ഇത് ഇൻവെൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ഉപയോഗിക്കുന്നവരും. ഈ ഒരു 2 സെക്ടറായിരിക്കും മേ ബി ഇൻ ഫ്യൂച്ചറിൽ കൂടുതലും ജോലി സാധ്യതകളുള്ളത്. കാരണം കൂടുതൽ AI റോബോട്ട്സ് AI സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുന്ന ഡെവലപ്പേഴ്സും വേണ്ടി വരും. അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രോംപ്റ്റിങ്ങും ഈ പറയുന്ന വാട്ട് എവർ ദ അപ്ഡേഷൻസ് ഈ പ്ലാറ്റ്ഫോമുകൾ കൊണ്ടുവരുന്നുണ്ടോ അതനുസരിച്ച് ഉപയോഗിക്കാൻ അറിയാവുന്നവരും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം 2 രീതിയിലുള്ള IQ ലെവലായിരിക്കുമല്ലോ. കാരണം ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ എന്തൊക്കെയായിരിക്കും ഏകദേശം പഠിക്കേണ്ടി വരുന്നത്? ഇപ്പോൾ AI കുറേ ജോബ്സ് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ തന്നെ കുറേ AI ടൂൾസ് ഇറങ്ങിയിട്ടുണ്ട്, AI മോഡൽസ് ട്രെയിൻ ചെയ്തിട്ട് റിലീസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ചിലപ്പം AI ഉണ്ടാക്കാണ്ട ജോലിയും വേണേ പോവാം. അപ്പം നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ കമ്പ്യൂട്ടേഴ്സിന്റെ വന്ന ആ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് കുറേ ജോലി പോയിക്കൊണ്ടിരിക്കുക. എന്താ വരാൻ പോകേണ്ടതെന്ന് ആർക്കും അറിയത്തില്ല. സോ നമ്മൾ ആ ഒരു സ്റ്റേജിലാണ്. സോ എനിക്ക് ഇപ്പോഴും ഐ കാണ്ട് ഓൾസോ സജസ്റ്റ്. ഞാൻ തന്നെ ഇപ്പൊ മിക്കവാറും ലൈക്ക് കോമേഴ്സ് ആയിരിക്കും എടുക്കാൻ പോകുന്നത്. ബിക്കോസ് ഫിനാൻസിന്റെ സൈഡ് അറിയാൻ വേണ്ടി ഇൻ ദ ഫ്യൂച്ചർ. കഴിഞ്ഞാൽ ഈ സയൻസിന്റെ അതിനകത്ത് AI നമുക്ക് അറിയാൻ പറ്റില്ല എടുക്കണോ വേണ്ടയോ. ബിക്കോസ് കുറെ കാര്യം ചേഞ്ച് ആകാനും പറ്റും. ഓക്കെ, AI ക്രൈംസിനൊക്കെ ഒരുപാട് ചാൻസസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടോ? AI പറഞ്ഞില്ലേ എല്ലാ സ്ഥലത്തും വരാൻ, ഇൻക്ലൂഡിങ് സർജറീസ്. സർജറി ചെയ്യുമ്പോൾ അവിടെ ക്യാമറ ഉണ്ട്. എങ്ങനെ നല്ലതായിട്ടാണോ ചെയ്യേണ്ടതെന്ന് ആ AI ക്യാമറ അത് എവിടെ നല്ലതായിട്ടാണോ ചെയ്യുന്നത്, എറർ ഉണ്ടോ ആ ക്യാമറ കണ്ട് നമ്മുടെ അടുത്ത് പറയും. അങ്ങനെ വന്നിട്ടുണ്ട്. ക്രൈംസിൽ ലൈക്ക് ദർ ആർ ഹ്യൂജ് പോസിബിലിറ്റീസ്. ഇപ്പൊ തന്നെ ഇലക്ഷന്റെ മുമ്പേ ആമിർ ഖാൻ ആണെന്നാ തോന്നുന്നത്, ആമിർ ഖാന്റെ ഡീഫേക്ക് ഉണ്ടാക്കിയിട്ട് ആ ഡീഫേക്കിനെ കൊണ്ട് ഐ സപ്പോർട്ട് എ സർട്ടൻ പാർട്ടി എന്ന് പറഞ്ഞ് ഇത് പ്രൊമോട്ട് ചെയ്യിപ്പിച്ചു. അത് കഴിയുമ്പോൾ പറഞ്ഞു ആമിർ ഖാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടേ ഇല്ല അങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഒരു റാൻഡം ആള് അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇറ്റ് ഇൻഫ്ലുവൻസ്ഡ് മില്യൺസ് ഓഫ് പീപ്പിൾ. പക്ഷെ ആമിർ ഖാൻ അല്ലല്ലോ പറഞ്ഞേ. ഇതിന്റെ ഒരു നല്ല വശം അതാണ്. ഇപ്പം വെരി റീസെന്റ് ഇതിന്റെ ഒരു മോശം വശമാണ് ഇപ്പൊ പറഞ്ഞത്. ഇതിന്റെ ഒരു നല്ല വശം ഇപ്പൊ പറയാനാണെങ്കിൽ അതേ ഡീപ് ഫേക്ക് വെച്ച് തന്നെ ഇപ്പൊ ഇന്ത്യൻ 2-ല് നമുക്ക് 2 ക്യാരക്ടേഴ്സിനെ തിരിച്ചു കിട്ടി അല്ലേ? അത് ഒരു നല്ല വശമാണ്. ലൈക്ക് ഇപ്പൊ കാഡ്ബറിയുടെ കുറച്ചാൾ മുമ്പ് ആഡ് ഉണ്ടായിരുന്നു. ഓരോ ആൾക്കാരെ ഷാറുഖ് ഖാന്റെ ഡീഫേക്ക് ഉണ്ടാക്കി എന്നിട്ട് ഒരാൾക്ക് ചുമ്മാ പോയിട്ട് ആളുടെ കടയുടെ പേരും ആളുടെ പിൻകോഡും കൂടെ ഇട്ട എന്താ ആ കട എന്ന് വെച്ച് പറഞ്ഞ ഷാറുഖ് ഖാൻ അവരെ പ്രൊമോട്ട് ചെയ്യും. ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് അംബാസിഡർ ഫ്രീ ആയിട്ട് ഒരു സാധാരണ ദുക്കാൻ വാലാനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ചുമ്മാ വായില് അത് പറയിപ്പിച്ചാൽ മതി, എൻട്രി ചെയ്ത് കൊടുത്താൽ മതി, പറയിപ്പിച്ചാൽ മതി. ഞങ്ങൾക്കും ഉണ്ട്, ഞങ്ങളുടെ അക്കാഡമിക്ക് ഇതുപോലെ തന്നെ സൗരവ് ഗാംഗുലിയുടെ ഒരു പ്രോംപ്റ്റ് അവർ തരുന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇരുന്നപ്പം നമുക്കത് തോന്നി ഇതെങ്ങനെ എന്നുള്ളതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് മാത്രമേ നമുക്ക് ചേഞ്ച് ആവുന്നുണ്ടായിരുന്നുള്ളൂ. അത് മേ ബി അന്നത് വന്ന സമയത്ത് നമ്മൾ അത്രയും മനസ്സിലാക്കിയില്ല. പിന്നീടാണ് ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായത്. അപ്പം ഞാനൊരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ.
ഉപയോഗിച്ച് പല കാര്യങ്ങളിലേക്ക് ഇങ്ങനെ മുന്നോട്ടേക്ക് പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്കും റൗൾ ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്തായിരിക്കും? ലോട്ട് ഓഫ് തിങ്സ്. ഇപ്പൊ തന്നെ ഞാനിപ്പോ ഒരു കാര്യത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ന്യായ സാത്തി എന്ന് പറഞ്ഞ. ബേസിക്കലി അതൊരു ലോയർ ബോട്ടാ. ആ ബോട്ട് ഒരു കോമൺ ആൾക്ക് ലോസ് പ്രകാരം അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇപ്പൊ എന്താ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ ആൾക്കൊരു ലോയർ കാണത്തില്ല. പക്ഷെ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ആൾക്ക് ലോസ് എന്തായാലും എല്ലാ ഇന്ത്യൻ സിറ്റിസണിന് അറിയത്തില്ലല്ലോ. അപ്പൊ എൻ്റെ അടുത്ത് ചോദിക്കുക, ഞാൻ ഈ പ്രശ്നത്തെ പറ്റി വാട്ട് ഷുഡ് ഐ ഡു നെക്സ്റ്റ്, ഒരു ഈ പ്രശ്നമുണ്ട്, വാട്ട് ഷുഡ് ഐ ഡു നെക്സ്റ്റ്. ആ ബോട്ട് അക്കോർഡിംഗ് ടു ലോസ് ആളുടെ അടുത്ത് പറയും എന്താ ചെയ്യണ്ടേ, എങ്ങനെ ചെയ്യണ്ടേ. അങ്ങനെ ഐ പ്ലീഡ് ദ ഫിഫ്ത്ത്, ഇതിന്റെ കാരണം പറയല്ലേ. അപ്പം അങ്ങനെ ഒരു കാര്യം വെച്ചിട്ട് ഞാനൊരു ഇന്ത്യൻ ലോ ബോട്ട് പോലെ ന്യായ സാധ്യത തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യത്തിനൊക്കെ റൗൾ ഒറ്റയ്ക്കാണോ അതോ എങ്ങനെയാണ് ഈ പറയുന്ന ബോട്ട് ഉണ്ടാക്കാനും അതുപോലെ വീട്ടിലിപ്പോ ഓൾറെഡി ഒരു റോബോട്ട് ഉണ്ടെന്ന് പറഞ്ഞു, ഇതിനൊക്കെ എങ്ങനെയാണ് റൗളിന്റെ സോഴ്സസ് എങ്ങനെയാണ്? ഹെൽപ്പേഴ്സ് ഉണ്ടോ, ടീച്ചേഴ്സ് ഉണ്ടോ, പേരൻസ് ഉണ്ടോ, അതോ എനി അതർ ഫ്രണ്ട്സ്? സോ ഞാൻ മിക്കതും യൂട്യൂബ് നോക്കിയിട്ടാ തന്നെ പഠിച്ചേ. പക്ഷെ ഇപ്പൊ ആദ്യത്തെ ബോട്ട് തന്നെ ഉണ്ടാക്കാൻ സെയ്ദ് എന്ന് പറഞ്ഞ എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇപ്പം ഈ ലോയർ ബോട്ട് ന്യായസാധ്യം ഉണ്ടാക്കാൻ വേണ്ടി ഹാരി ആക്ച്വലി എന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി അവൻ വന്നതാ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തു. സോ വി ആർ നൗ ക്ലോസ് ഫ്രണ്ട്സ് ഓൾസോ. അപ്പൊ അവന്റെ കൂടെ ഞങ്ങളൊരു ദിവസം ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ജോലിയായിട്ട് എടുക്കത്തില്ല. ഒരു വിചാരിച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്താലോ. അപ്പം എൻ്റെ അപ്പോഴും ഫ്രണ്ടാ പറഞ്ഞ് ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ട് ചെയ്യാൻ പറ്റുമോന്ന്. അപ്പോൾ ഞങ്ങളിരുന്ന് നല്ല രസമായി തോന്നി. ഫൈൻ ട്യൂൺ ചെയ്ത് ലാമ മോഡലെടുത്ത് ഫൈൻ ട്യൂൺ ചെയ്ത് ഈ ഇൻഫർമേഷൻ ആഡ് ചെയ്ത് ഇന്ന് തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. സോ ഇറ്റ് ഇസ് ജസ്റ്റ് ഫൺ. റൗളിൻ്റെ മറ്റൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ ഇനി ഈ AI മാറി അതിനുശേഷം ഇനി ജനറൽ ഇൻ്റലിജൻസ്, ഓക്കെ, ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് AGI അല്ലേ, അതിനെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു. എന്താണ് ആക്ച്വലി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബേസിക്കലി ഈ AI കഴിഞ്ഞിട്ട് ജനറൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ പോലെ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ChatGPTയുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ ഒരു ഹ്യൂമൻ പോലെയാണ് സംസാരിക്കുന്നത്, ബട്ട് കറക്റ്റ് ഹ്യൂമൻ അല്ല. മനസ്സിലായി? അത് ഞാൻ പറഞ്ഞുതരാം ഒരു എക്സാമ്പിൾ വെച്ചിട്ട്. ചൈനീസ് റൂം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെരിമെന്റ് ഉണ്ടായിരുന്നു. ഇമാജിൻ ചെയ്യുക, ഒരു ആളുണ്ട്, ആ ആളുടെ പുറത്ത് ഒരു പെണ്ണ് ഒരു ലെറ്റർ ഇട്ടു, ചൈനീസ് അറിയോ എന്ന് ചോദിച്ചിട്ട്. ആ ആൾക്ക് പക്ഷെ ഇംഗ്ലീഷ് അറിയത്തില്ല, പക്ഷെ എന്തായാലും റിപ്ലൈ കൊടുക്കണം. അപ്പൊ ആ ലെറ്റർ എടുത്തിട്ട് വാക്കുകൾ എന്താന്ന് മനസ്സിലായില്ല. അപ്പൊ ഒരു ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ചൈനീസ് അറിയോന്ന്, ചൈനീസ് ബുക്ക്, എന്നിട്ട് ഈ A ഈക്വൽ ടു ഈ ചൈനീസ് വാക്ക്, B ഈക്വൽ ടു ഈ ചൈനീസ് വാക്ക്, മാൻഡറിൻ. അപ്പം അത് നോക്കിയിട്ട് എഴുതി കൊടുത്തു, ആ ലെറ്റർ ഇട്ട് കൊടുത്തു. ആ പെണ്ണ് വിചാരിക്കും ഓ ഇവന് ഈ ചൈനീസ് അറിയാം. പക്ഷെ ആ ആൾക്ക് റിയലി ചൈനീസ് അറിയത്തില്ലല്ലോ, ഇംഗ്ലീഷ് അറിയാം. ആ ബുക്ക് ഇൻസ്ട്രക്ഷൻ നോക്കിയാണല്ലോ എഴുതി കൊടുത്തത്. അതുപോലെ തന്നെ നമ്മളാണ് ആ പെണ്ണ്. എന്തെങ്കിലും കൊടുക്കുമ്പോൾ ChatGPT ഇങ്ങനെ ഹ്യൂമൻ പോലെ തന്നെ പറയും, പക്ഷെ ആ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടോണ്ട് മാത്രം കറക്റ്റ് ഹ്യൂമൻ അല്ല. സോ അങ്ങനെയാണ് ഇപ്പോഴും AI തിങ്ക് ചെയ്യുന്നത്. പക്ഷെ AGI വരുമ്പം ഇമോഷണലി ഫുള്ളി ഒരു ഹ്യൂമൻ പോലെ. നമ്മള് ഇന്റലിജന്റ് ആണെന്ന് കാണിക്കുമല്ലോ, വി ആർ ഇന്റലിജന്റ്. സോ AI അങ്ങനെയായി മാറും ഇൻ ദ ഫ്യൂച്ചർ ഫോർ ഷുവർ. ഓക്കെ, അപ്പോൾ അതാണ് AIയുടെ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് അല്ലേ?